Okay, dear students. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റി, വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിനെ പറ്റി നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ പറ്റിയും തെർമൽ പവർ പ്ലാന്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. ഒത്തിരി ഡീപ്പായിട്ടൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് അവിടെ നിൽക്കട്ടെ. ഇനി അത് കൂടാതെ തന്നെ വേറെ കുറെ ടൈപ്പ് ഉണ്ട്. പക്ഷെ അത് ഉപരിയായിട്ട് നമ്മൾ ഇനി വൈദ്യുതിയുടെ ട്രാൻസ്മിഷൻ മേഖലകളിലേക്കാണ് നമ്മളൊന്ന് കടന്നു പോകുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 11 kV നമ്മൾ പവർ ഉണ്ടാക്കി, 11 kV നമ്മൾ പവർ ഉണ്ടാക്കി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജിലേക്ക് 132 kVയോ അങ്ങനത്തെ, അല്ലെങ്കിൽ 220 kVയോ അങ്ങനത്തെ ഹൈ വോൾട്ടേജിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഓരോരോ സംഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ട്രാൻസ്മിഷൻ ടവർ ഒക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനുകൾ പോകുമ്പോഴോ നിങ്ങളത് നോക്കണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാണുന്നതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഇപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ബേസിക് ആയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രാൻസ്മിഷൻ ടവർ ഇവിടെ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു ടവർ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ആ ടവർ വരച്ചിരിക്കുന്നതിനകത്ത് ഒരു ട്രാൻസ്മിഷൻ ടവർ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു 33 kV സിംഗിൾ സർക്യൂട്ട് ട്രാൻസ്മിഷൻ ടവർ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ 33 kV എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രാൻസ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 110 kV നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റേഷനിൽ നമ്മൾ 110 kV റിസീവ് ചെയ്തു. അതായത് വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം 110 kV നമ്മൾ റിസീവ് ചെയ്തിട്ട് ആ 110 kVയെ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് 33 kV ആക്കി. അത് നമുക്ക് അവിടെ നിയർ ആയിട്ട് വളരെ അടുത്തുള്ള കുറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒത്തിരി ദൂരെയല്ല, വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, കുഴൽമന്നത്തുനിന്ന് നമുക്ക് ആലത്തൂരേക്കോ അല്ലെങ്കിൽ കുഴൽമന്നത്തേക്ക് വേറെ തേങ്കുറിശ്ശിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 20 കിലോമീറ്ററിനകത്തുള്ളൊക്കെ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ 33 kV ടവർ വെച്ചിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു 33 kV ട്രാൻസ്മിഷൻ ടവർ ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ഈ ടവറിന്റെ ഈ വരച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഷേപ്പുള്ള ടവർ, അതതിന്റെ ഷേപ്പാണ്. ഇത് സ്റ്റീൽ ടവർ ആണ്. അപ്പോൾ ഇതിന്റെ പേരാണ് എന്താണ്, സപ്പോർട്ട് ടവർ എന്ന് പറയും. അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള ടവർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ഈ ടവറിൽ നമുക്ക് എന്താണ് ഈ ടവറിന്റെ പർപ്പസ്? ഈ ടവറിൽ നമുക്ക് ഈ 33 kV ലൈനിനെ കൊണ്ടുപോകണം. 33 kV സിംഗിൾ സർക്യൂട്ട് ആണ് ഇവിടെ കൊണ്ടുപോകുന്നത്. സിംഗിൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 33 kV സിംഗിൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 3 ഫേസ് ലൈൻ ഒരെണ്ണേ ഉണ്ടാവും. 33 kV സിംഗിൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 3 ഫേസ് ലൈൻ ഒരെണ്ണേ ഉണ്ടാവും. ഡബിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 3 ഫേസ് ലൈൻ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അതിനെയാണ് ഡബിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ക്രോസ് ആം എന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്നുണ്ടോ? ഈ ക്രോസ് ആം എന്ന് പറയുന്നത് 6 എണ്ണം ഉണ്ടാവും ഡബിൾ സർക്യൂട്ട് ആവുമ്പോൾ. സിംഗിൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർ ഫേസ്, അതേപോലെ തന്നെ ഒരു വൈ ഫേസ്, പിന്നെ ഒരു ബി ഫേസ് ആണ് ഉള്ളത്. അപ്പൊ ഞാനിത് വരച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ ഒരു ലൈൻ. അപ്പം അതാണ്ട് ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ലൈൻ കണ്ടക്ടർ. ഈ ലൈൻ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിന് എത്ര വോൾട്ടേജ് ഉണ്ട്? 33 kV വോൾട്ടേജ് ഉണ്ട്. നമ്മുടെ ഈ ടവർ എന്ന് പറയുന്നത് എർത്ത് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റീൽ സപ്പോർട്ട് ടവർ ആണ്. അപ്പൊ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അത് കണ്ടക്ടിങ് മീഡിയം ആണ്, അല്ലെ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോകുന്ന ലൈൻ കണ്ടക്ടറിന് എത്ര വോൾട്ടേജ് ഉണ്ട്? 33 kV വോൾട്ടേജ് ഉണ്ട്. 33 kV എന്ന് പറഞ്ഞാൽ വളരെ വലിയ വോൾട്ടേജ് ആണ്. എത്ര നമ്മൾ വോൾട്ടിലാക്കുമ്പോൾ അത് എത്ര വരും? 33,000 വോൾട്ട് ഉണ്ട്. 33,000 വോൾട്ട് ഉണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ടേജ് വെറും 230 വോൾട്ടാണ്. 33,000 വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന്റെ അടുത്ത് പോകണ്ട. നമ്മുടെ കൈ അതിന്റെ ഒരു 10 സെന്റിമീറ്റർ ഒക്കെ ദൂരെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഷോക്ക് അടിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈ ആ ലൈനിലോട്ട് അട്രാക്ട് ചെയ്യും. നമ്മുടെ ഈ ഇപ്പൊ ട്രെയിനിന്റെ മുകളിലൊക്കെ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 25,000 വോൾട്ടാണ്. ട്രാക്ഷന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ട്രെയിനിന്റെ മുകളിൽ ഒരു ലൈൻ പോകുന്നില്ലേ, ആ ലൈനാണ്, അത് സിംഗിൾ ഫേസ് ആണ്, അതിന്റെ ലൈനാണ് മുകളിൽ കൂടെ പോകുന്നത്. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 25,000 വോൾട്ടേജ് ആണ്. അതിനെക്കാട്ടും വലിയ വോൾട്ടേജ് ആണ് 33,000 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടുത്ത് ചെന്നാൽ തന്നെ, നമ്മുടെ കൈ അടുത്ത് കൊണ്ടുചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു സ്പാർക്ക് വരും. ഇപ്പൊ നിങ്ങൾ മഴയുള്ള സമയത്തൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടക്ടറൊക്കെ പോസ്റ്റിൽ നിന്ന് ഇച്ചിരി വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലോ പോലെ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 33,000 വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് നമ്മുടെ ഒരു കണ്ടക്ടർ എത്തിയാൽ തന്നെ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കും. ഈ ഹൈ വോൾട്ടേജിൽ നിന്നും എർത്തിലേക്ക്, സീറോ പൊട്ടൻഷ്യലിലേക്ക്, എർത്തിലേക്ക് എന്ത് സംഭവിക്കും? ഒരു ഡിസ്ചാർജ് സംഭവിക്കും. ഈ ഡിസ്ചാർജിനെയാണ് നമ്മൾ, ഈ ഇലക്ട്രിക് ഡിസ്ചാർജിനെയാണ് നമ്മൾ ഈ സ്പാർക്ക് അല്ലെങ്കിൽ കത്തുന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടക്ടർ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പൊ കണ്ടക്ടറിന്റെ ഈ 33,000 വോൾട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റീൽ ടവറിലേക്ക് വരാൻ പാടില്ല. അപ്പൊ ഈ കണ്ടക്ടറും നമ്മുടെ ഈ സ്റ്റീൽ സപ്പോർട്ട് ടവറും തമ്മിലുള്ള ഇൻസുലേഷൻ, ഈ കണ്ടക്ടറും നമ്മുടെ സ്റ്റീൽ സപ്പോർട്ട് ടവറും തമ്മിൽ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ട്രാൻസ്മിഷൻ ടവറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള 11 kV ടവറിലും 230, നിങ്ങളുടെ സാധാരണ 230 വോൾട്ട് കൊണ്ടുപോകുന്ന ലൈനിന്റെ അടുത്ത് ഒരു കുഞ്ഞ് ഇൻസുലേറ്റർ ഉണ്ടാവും. പലതരം ഇൻസുലേറ്ററുകൾ ഉണ്ടാവും. ട്രാൻസ്മിഷൻ ടവറുകളിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പുള്ള ഇൻസുലേറ്റർ ആയിരിക്കും. അതായത് നമ്മുടെ ക്രോസ് ആമിൽ നിന്നും ഈ ഇൻസുലേറ്ററിന്റെ ഷെഡുകൾ, 3 ഷെഡുകൾ. ഇപ്പൊ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതിനകത്തൊരു ചെറിയൊരു ഷെഡ് ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു നോർമൽ ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ ഒരു ഷെഡ് ഇത് ടവറിലേക്ക് പോകും, ഇത് അടുത്ത ഷെഡിലേക്ക് വരും. അപ്പൊ ഈ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ നമ്മുടെ ഭരണിയില്ലേ, നമ്മുടെ എന്താ പറയാ, പോൾസിലീൻ ആണ്. ഈ ഇൻസുലേറ്റർ ഉണ്ടാക്കുന്ന ഇൻസുലേറ്ററിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? പോൾസിലീൻ ആണ്. നിങ്ങൾ അടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി നിങ്ങൾ പോസ്റ്റിലോട്ട് നോക്കിയാൽ മതി. നമ്മുടെ 11 kV ലൈനൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോൾസിലീൻ ഇൻസുലേറ്ററിലാണ്. പോൾസിലീൻ എന്ന് പറഞ്ഞാൽ താഴെ വീണാൽ പൊട്ടുന്ന ടൈപ്പുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമ്മുടെ ഈ പഴയ ഭരണിയൊക്കെ ഇല്ലേ, പഴയ കാലത്ത് ഈ മാങ്ങ ഉപ്പിലിടാൻ ഉപയോഗിക്കുന്ന ഭരണി ഉണ്ടല്ലോ, ആ ഭരണിയുടെ പോലത്തെ ക്ലേ പോലത്തെ അതായത് ക്ലേയുടെ ഒരു വകഭേദമായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടാണ് നമ്മുടെ ഈ പോൾസിലീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആ ക്ലേയുടെ ഒരു വകഭേദമാണ്. അത് താഴെ വീണാല് പൊട്ടുന്ന ടൈപ്പാണ്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ പോറോസും ആണ്. അപ്പൊ ആ പോൾസിലീൻ ഉപയോഗിച്ചാണ്, പോൾസിലീൻ എന്ന് പറയുന്നത് നല്ല ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. ഹൈ വോൾട്ടേജിനെ ഒക്കെ തടഞ്ഞു നിർത്താനായിട്ട് അതിന് ശേഷിയുണ്ട്. അപ്പൊ നമ്മുടെ ലൈൻ കണ്ടക്ടറിനെ നമ്മുടെ ടവറിൽ നിന്നും ഇൻസുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? പോൾസിലീൻ കൊണ്ടിട്ടാണ്. അപ്പൊ ടവർ എന്താണ്, ക്രോസ് ആം എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, കണ്ടക്ടർ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. സിംഗിൾ സർക്യൂട്ട് ആയതുകൊണ്ട് RYB 3 ഫേസ് ആണുള്ളത്.
ഈ ടവറിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ലൈനും ഒരു കണ്ടക്ടർ പോകുന്നുണ്ടാവും. ഈ വലിയ ടവറിന്, നമ്മുടെ ചെറിയ പോസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ചെറിയ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസുലേറ്റർ കാണാൻ പറ്റും. സസ്പെൻഷൻ ടൈപ്പ് ആയിരിക്കത്തില്ല, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടൈപ്പ് ആയിരിക്കത്തില്ല. അത് പിൻ ടൈപ്പ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഷെഡേ ഉണ്ടാവും. നമ്മളിവിടെ 3 എണ്ണം വരച്ചില്ലേ, 33 kVക്ക് ഒരു ഷെഡ് എന്ന് പറയുന്നത്, ഒരു ഷെഡിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 11 kV ആയിരിക്കും. അപ്പൊ നിങ്ങൾ 11 kV ലൈൻ നോക്കിക്കഴിഞ്ഞാൽ 11 kV ലൈൻ ഈ ഒരു പിൻ ടൈപ്പ് ഇൻസുലേറ്ററിന്റെ ഒരു ഷെഡിന്റെ മുകളിലായിരിക്കും 11 kV ഇൻസുലേറ്റർ വെച്ചിരിക്കുന്നത്. 33 kV ആയതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം കൊടുത്തത്. പക്ഷെ KSEBക്കാരൊക്കെ ചിലപ്പോൾ ഒരെണ്ണം അധികം ഇടും. ഇപ്പൊ 66 kV ആണെങ്കിൽ 6 ഷെഡ് ഇടേണ്ടതിന് പകരം അവർ ചിലപ്പോൾ ഒരു 7 or 8 ഷെഡൊക്കെ ഇടും. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഷെഡിന് ചെറിയ പൊട്ടലോ ക്രാക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം ഷെഡുകൾ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റിക്ക് വേണ്ടി ഒരെണ്ണം അധികം ഇടുന്നത്. അപ്പം ടവറിന്റെ മുകളിൽ ഒരു ലൈൻ പോകുന്നുണ്ട്, അത് എർത്ത് വയർ ആണ്. ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലും ഹൈ സർജോ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് നമ്മുടെ ലൈനിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടവർ വഴി എർത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എർത്ത് വയറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ടവർ എന്ന് പറയുന്നത് എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ടവറിൽ എന്ത് വോൾട്ടേജ് വന്നാലും അത് എർത്ത് ആവും, അതായത് അത് ഫോൾട്ട് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ പൊട്ടി വീഴുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ലൈൻ ടവറുമായിട്ട് തട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഷോർട്ട് സർക്യൂട്ട് പോലാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആക്ട് ചെയ്യുകയും നമുക്ക് സപ്ലൈ നഷ്ടപ്പെടും. കറണ്ട് പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റേഷൻ ഏതാണോ ആ സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ ട്രിപ്പ് ആവും. ആ ട്രാൻസ്ഫോമർ ട്രിപ്പ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്രൊട്ടക്ഷൻ സിസ്റ്റം രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇനി ഡീപ്പായിട്ട് പഠിക്കാം. ഈ ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടികളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ടവറും നമ്മുടെ ഹൈ വോൾട്ടേജ് ഉള്ള കണ്ടക്ടറും തമ്മിൽ എന്താണ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്. അതിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അത് ഹൈ ആയിരിക്കണം. മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്തായിരിക്കണം? വളരെ ഹൈ ആയിരിക്കണം. മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഇൻസുലേറ്ററിന്റെ ബലം. കാരണം ഇത്രയും വെയിറ്റ് ഉള്ള കണ്ടക്ടർ, കാരണം ഒരു ടവർ കഴിഞ്ഞ് 50 മീറ്റർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടുത്ത ടവർ വരുന്നത്. അപ്പൊ ഈ കണ്ടക്ടറിന്റെ ഇത്രയും ഡിസ്റ്റൻസിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ ആ വെയിറ്റ് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതായത് എന്താ പറയാ, അത് എന്തെങ്കിലും കണ്ടക്ടറിന്റെ വെയിറ്റോ ലോഡോ വരുമ്പോൾ പൊട്ടിപ്പോകാനൊന്നും പാടില്ല. മാത്രമല്ല മഴയും കാറ്റും ഒക്കെ വരുന്ന സമയത്ത്, നല്ല കാറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ടവറിന്റെ കണ്ടക്ടർ ഭയങ്കരമായിട്ട് ഓസിലേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ആടും. അപ്പൊ ആ സമയത്തും അതിനെ താങ്ങി നിർത്താനുള്ള ശേഷി നമ്മുടെ ഇൻസുലേറ്ററിന് ഉണ്ടായിരിക്കണം. 2, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഏതിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്? ഈ 3 ഇൻസുലേറ്ററിന്റെ ഇവിടെ ഇപ്പുറമുള്ള വോൾട്ടേജ് എത്രയാ? ഈ ടവറിലുള്ള വോൾട്ടേജ് എത്രയാ? ആരെങ്കിലും ഒന്ന് പറയാമോ? നമ്മുടെ ഈ ടവറിന്റെ ക്രോസ് ആമിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഇവിടെ ഉള്ള വോൾട്ടേജ് 33 kV ആണ് അല്ലെ? ഓക്കെ, ഈ ടവറിന്റെ ഈ ക്രോസ് ആമിലുള്ള വോൾട്ടേജ് എത്ര ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മുടെ ഈ ടവറിന്റെ ഈ സ്റ്റീൽ ഭാഗത്തുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഈ ഇൻസുലേറ്ററിന്റെ മോൾ ഭാഗത്ത് ഇവിടെ ആരെങ്കിലും ഒന്ന് പറയാമോ? ഹലോ, 0 വോൾട്ട് അല്ലേ സർ? 0 വോൾട്ടേജ് ആയിരിക്കും. വെരി ഗുഡ്. 0 വോൾട്ടേജ് ആയിരിക്കും എന്ന് പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ടവർ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ടവർ പ്രോപ്പർലി എർത്ത് ചെയ്തിരിക്കുകയാണ്. ടവർ പ്രോപ്പർലി എർത്ത് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറയാമോ ആർക്കെങ്കിലും? നമ്മുടെ ടവർ പ്രോപ്പർ ആയിട്ട് ഇവിടെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എർത്ത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എർത്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ഇരുമ്പിന്റെ ഒരു ദണ്ട് വെച്ചിട്ട് ഭൂമിയുടെ അടിയിലോട്ട് അതിനെ കടത്തി വിട്ടിരിക്കുക. എർത്തിന് എപ്പോഴും 0 വോൾട്ടേജ് ആണ്. അപ്പൊ എർത്തിന്റെ 0 വോൾട്ടേജിലേക്ക് ഈ ടവറിനെ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുക. അങ്ങനെ കണക്ട് ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രശ്നം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മുടെ ടവറിനെ നമ്മൾ എർത്തിലോട്ട് കണക്ട് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ?
ഇത് കാരണം സ്റ്റീൽ ടവർ ആണല്ലോ. ഇപ്പോ ഒരു വിജനമായ സ്ഥലത്തുള്ള ഒരു ടവർ ആണെങ്കിൽ ആ ടവർ നമ്മൾ പ്രോപ്പർ ആയിട്ട് എർത്ത് ചെയ്തിട്ടുണ്ടാവണം. എർത്ത് ചെയ്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വല്ല പശുവോ കന്നുകാലികളോ ഒക്കെ ഈ ഭാഗത്തൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പോൾ അറിയാത്ത ആൾക്കാർ ചിലപ്പം അതിനെ ഈ ടവറിന്റെ കാലയിലൊക്കെ പിടിച്ച് കെട്ടാനും അത് പുല്ല് തിന്നാനായിട്ട് ഇതിന്റെ അടുത്തൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഈ ടവറിൽ ടച്ച് ചെയ്താൽ പോലും നമ്മൾ ഈ ടവറിനെ പ്രോപ്പർ ആയിട്ട് എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കണ്ടക്ടർ കാരണം ഈ ടവറിൽ ഒരു വോൾട്ടേജ് വല്ലതും ഉണ്ടാവും. വളരെ ചെറിയ വോൾട്ടേജ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ 230 വോൾട്ടേജ് എന്ന് പറയുന്ന വളരെ ചെറിയ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്താൽ പോലും അത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും അപകടമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും വോൾട്ടേജ് ഈ ടവറിൽ വരുവാണെങ്കിൽ അത് നേരെ എർത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, നേരെ നമ്മുടെ ഭൂമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടവറുകൾ എർത്ത് ചെയ്യുന്നത്. അതേപോലെ ഏറ്റവും മുകളിൽ എന്തെങ്കിലും ഇപ്പൊ ലൈറ്റ്നിങ് ഒക്കെ അടിക്കുന്ന സമയത്താണെങ്കിൽ, മിന്നൽ അടിക്കുന്ന സമയത്താണ്, ഇപ്പൊ പാലക്കാട് ജില്ലയൊക്കെ ഏറ്റവും കൂടുതൽ ലൈറ്റ്നിങ്ങും തണ്ടറും ഉള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളാണെങ്കിൽ, ഉയർന്ന പ്രദേശത്തോട് ടവർ പോവുകയാണെങ്കിൽ ലൈറ്റ്നിങ് വന്ന് അടിക്കുവാണെങ്കിൽ ആ ലൈറ്റ്നിങ് ഈ ടവർ വഴിയായിരിക്കും താഴോട്ട് വരുന്നത്. അപ്പൊ ലൈറ്റ്നിങ് വന്ന് ടവറിൽ അടിക്കുന്ന സമയത്ത് ഈ ടവറിന് ആ ലൈറ്റ്നിങ്ങിന്റെ ഹൈ വോൾട്ടേജ് എത്രയാണോ, ആ മിന്നലിന്റെ വോൾട്ടേജ് എത്രയാണോ അത്രയും വോൾട്ടേജ് ഒരു ചെറിയ ഇൻസ്റ്റന്റിൽ എവിടെ വരും, നമ്മുടെ ഈ ടവറിന്റെ സർഫസിൽ വരും. അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടവറിൽ കൂടെ തന്നെ സീറോ പൊട്ടൻഷ്യൽ ആയിട്ട്, ആ ഇൻസ്റ്റന്റിൽ തന്നെ സീറോ പൊട്ടൻഷ്യൽ ആയിട്ട് മാറാനായിട്ട് നമ്മൾ എർത്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് സീറോ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. അപ്പൊ പ്രോപ്പർ എർത്തിങ് ഇല്ലെങ്കിൽ ടവറിന്റെ അടുത്ത് നമ്മൾ പോയി നിന്നാൽ പോലും നമുക്ക് അപകടം സംഭവിക്കും. പ്രോപ്പർ ആയിട്ട് എർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ട്രാൻസ്മിഷൻ ടവറിന്റെ അടുത്തൊക്കെ മിന്നലുള്ള സമയത്ത് പോയി നിൽക്കുന്നത് അപകടമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈ വോൾട്ടേജ്, ഇവിടെ 33 kV ആണ്, ഈ ടവറിന്റെ ക്രോസ് ആമില് 0 വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ 33 kV 0 വോൾട്ടേജിലേക്ക് ഹൈ പൊട്ടൻഷ്യൽ, എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇലക്ട്രിസിറ്റി ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇലക്ട്രിസിറ്റി ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ 33 kV നിന്നും ഈ ടവറിന്റെ 0 പൊട്ടൻഷ്യലിലേക്ക് വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസുലേറ്ററുകൾ 3 കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് എന്തുണ്ടായിരിക്കണം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് ഈ 33 kVയെ തടഞ്ഞ് നമ്മുടെ 0 പൊട്ടൻഷ്യലിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്താനുള്ള അത്രയും എന്തുണ്ടായിരിക്കണം, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഏതിനുണ്ടായിരിക്കണം, നമ്മുടെ ഇൻസുലേറ്ററിന് ഉണ്ടായിരിക്കണം. അതായത് അത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലേറ്ററിലെ ലീക്കേജ് കറണ്ട് ലോ ആയിരിക്കണം. ലോ ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഈ ഇൻസുലേറ്റർ ഷെഡുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഇൻസുലേറ്റർ ഷെഡുകളിൽ ചെറിയ രീതിയിൽ പൊട്ടലോ അതോ ചെറിയ രീതിയിലുള്ള ക്രാക്കോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ക്രാക്കുള്ള സ്ഥലത്തുകൂടെ ആ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ, ചെറിയ രീതിയിലുള്ള പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയുകയും തൽഫലമായി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് ലീക്കേജ് കറണ്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇൻസുലേറ്റർ ചെറിയ രീതിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ലീക്കേജ് കറണ്ട് വരും. ലീക്കേജ് കറണ്ട് ഉള്ള ഇൻസുലേറ്റർ ടവറിൽ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേറ്റർ പെട്ടെന്ന് ചൂടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ ഇൻസുലേറ്റർ ഇരുന്ന് ലീക്കേജ് കറണ്ട് ഉണ്ടായി ഗ്രാജുവൽ ആയിട്ട് ഇൻസുലേറ്റർ ചൂടായി അവസാനം ഏതെങ്കിലും ഒരു സമയത്ത് ഇൻസുലേറ്റർ പൊട്ടിത്തെറിക്കാനോ ഫ്ലാഷ് ഓവർ നടക്കാനോ ഒക്കെ ഒരു അപകട സാധ്യത ഉണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വളരെ പ്രധാനമാണ്. അടുത്തത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻസുലേറ്ററിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്തിന്, അതായത് നമ്മൾ
നിങ്ങൾ കപ്പാസിറ്റൻസ് ഒക്കെ പഠിച്ചപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ. ഇത് എപ്സിലോൺ ആർ ആണ്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് അതിന്റെ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഇൻസുലേഷന്റെ പവർ. ആ ഇൻസുലേഷൻ പവർ എന്നുള്ളത് നല്ലതായിരിക്കണം. ഇപ്പം നമ്മൾ വീട്ടിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം PVC പോളിവിനൈൽ ക്ലോറൈഡ് ഇൻസുലേറ്റർ ആണ്, റബ്ബർ ഇൻസുലേറ്റർ ആണ്, പ്ലാസ്റ്റിക് ചെറിയ രീതിയിലുള്ള ഇൻസുലേറ്റർ ആണ്, ജൂട്ട് ഇൻസുലേറ്റർ ആണ്. അപ്പൊ അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇൻസുലേറ്റർ ആയിട്ട് അല്ലെ. അപ്പൊ പല ഇൻസുലേറ്ററുകൾ പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പോഴ്സിലിനെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് അത്യാവശ്യം കൂടുതലുള്ള ടൈപ്പുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ആ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോൺ പോറോസ്. നോൺ പോറോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലേറ്ററിനകത്ത് ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് എയർ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മള് ആ ഇൻസുലേറ്റർ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി വോയിഡ്സും എയർ ഗ്യാപ്പും ഉണ്ടെങ്കിൽ അവിടെ ലീക്കേജ് കറണ്ട് ഉണ്ടാവാനും ഇൻസുലേറ്റർ പെട്ടെന്ന് ചൂടാവാനും അതിന്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി കുറയാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ നോൺ പോറോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ഇൻസുലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പോറോസ് എന്നുള്ള വാക്കുകൊണ്ട് അതാ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ മേടിച്ചിരുന്ന പ്ലാസ്റ്റിക് കസേരകളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ലായിരുന്നു. ഇപ്പൊ ഉള്ള പ്ലാസ്റ്റിക് കസേരകൾ നിങ്ങളിരുന്ന് എന്തെങ്കിലും ഒരു അഭ്യാസം അതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതെന്ന് പറയാമോ? ഇപ്പൊ പ്ലാസ്റ്റിക് കസേര എടുത്തു കഴിഞ്ഞാൽ പഴയ കസേര ഇരിക്കുന്ന അത്രയും ഇപ്പൊ പുതിയ കസേരകൾ നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്? ആ സംഭവം പോറോസ് ആയതുകൊണ്ടാണ് എന്ന് വെച്ചാല് ആ കസേരയുടെ അതിന്റെ പ്ലാസ്റ്റിക്കില് ഒത്തിരി ഗ്യാപ്പുകളുണ്ട്, ഒത്തിരി എയർ ഗ്യാപ്പുകളുണ്ട്. അപ്പൊ ഒത്തിരി എയർ ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ മെറ്റീരിയലിന് എന്ത് കുറവായിരിക്കും? പോറോസ് ആവുന്ന സമയത്ത് എന്ത് കുറവായിരിക്കും? സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അപ്പം നോൺ പോറോസ് ആയിരിക്കണം, സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് സേഫ്റ്റി ഫാക്ടർ ആണ്. സേഫ്റ്റി ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻസുലേറ്റർ നമ്മുടെ വോൾട്ടേജ് 11 kV ആണെങ്കിൽ ആ 11 kV-യെക്കാട്ടിലും കൂടുതൽ വോൾട്ടേജ്, കുറച്ചുകൂടെ ഹൈ വോൾട്ടേജ് വന്നാലും അത് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മുടെ ഇൻസുലേറ്ററിന് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പോ 66 kV ആണെങ്കിൽ 6 ഷെഡ് ഇടുന്നതിന് പകരം ഒരെണ്ണമൊക്കെ അധികം ഇട്ടു കൊടുക്കും. അത് ആ സേഫ്റ്റി ഫാക്ടർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നിലവിലെ വർക്കിംഗ് വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലുള്ള വോൾട്ടേജ് വന്നാൽ അതിന് താങ്ങാനായിട്ട് പറ്റണം. അപ്പൊ അതിനെയാണ് നമ്മൾ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സേഫ്റ്റി ഫാക്ടറിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള വോൾട്ടേജിനെക്കാട്ടിലും കൂടുതൽ വോൾട്ടേജ് വന്നാൽ അത് താങ്ങാനായിട്ട് നമ്മുടെ ഇൻസുലേറ്ററിന് പറ്റണം. അപ്പൊ അതാണ് സേഫ്റ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേഫ്റ്റി ഫാക്ടർ ഹൈ ആയിരിക്കും. അപ്പൊ ഇത് ഇൻസുലേറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈനാണ്. അതായത് നമ്മളിപ്പോ പഠിച്ചു, നിങ്ങൾ പറഞ്ഞു പലതരം ട്രാൻസ്മിഷൻ ലൈനുണ്ട്. ഇപ്പൊ 33 kV ഉണ്ട്, അത് കഴിഞ്ഞ് 66 kV ഉണ്ട്, 110 kV ഉണ്ട്, 132 kV ഉണ്ട്. അങ്ങനെ വലിയ വോൾട്ടേജുകളാണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്മിഷൻ ലൈനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ ലൈനിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പോ നമ്മള് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇപ്പം നിങ്ങൾ ഒരു 220 kV ലൈൻ, ഇപ്പൊ നൂറണി, നമ്മുടെ നൂറണി കുഴൽമന്നത്തിന്റെ അടുത്ത് ഒരു 220 kV സബ്സ്റ്റേഷൻ ഉണ്ട്. നൂറണി തിരുനെല്ലായ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നൂറണിയിൽ നിന്നും നമ്മളൊരു 220 kV ലൈൻ നമ്മൾ കഞ്ചിക്കോടേക്ക് വിട്ടിരിക്കുകയാണ്. നൂറണിയിൽ നിന്നും കഞ്ചിക്കോടേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ നൂറണിയിൽ നിന്നും കഞ്ചിക്കോടേക്ക് വിടുമ്പോൾ ഇതാണ് സെൻഡിങ് എൻഡ് എന്ന് പറയുന്നത്. സെൻഡിങ് എൻഡ്. ഇതിനെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ റിസീവിങ് എൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. റിസീവിങ് എൻഡിന്റെ വോൾട്ടേജ് VR എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെൻഡിങ് എൻഡിന്റെ വോൾട്ടേജ്
വി എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെൻഡിങ് എൻഡ് വോൾട്ടേജ് വി എസ് ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ വഴി ഒത്തിരി ടവർ വഴി പാലക്കാട് വഴി അതങ്ങ് എവിടെ എത്തി? നമ്മുടെ കഞ്ചിക്കോട് എത്തി. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ 220 kV ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് 220 kV ഒന്നും കിട്ടത്തില്ല. നമ്മൾ 220 kV ട്രാൻസ്മിറ്റ് ചെയ്തെങ്കിലും റിസീവിംഗ് എൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 212 kV ഒക്കെ ഉണ്ടാവുള്ളൂ അപ്രോക്സിമേറ്റ്. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന വോൾട്ടേജിൽ നിന്നും ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് റിസീവിംഗ് എൻഡിൽ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് അങ്ങനെ വോൾട്ടേജ് സെൻഡിങ് എൻഡ് വോൾട്ടേജിൽ നിന്നും ഒരു കുറവ് സംഭവിച്ചിട്ട് റിസീവിംഗ് എൻഡ് വോൾട്ടേജ് നമുക്ക് കിട്ടും. അതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്മിഷൻ ലോസസ് ആണ്. ട്രാൻസ്മിഷൻ ലോസസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്മിഷൻ ലോസസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്? ഈ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് എന്താണ്? IR ഡ്രോപ്പ് ആണ്. IR അല്ലെങ്കിൽ IXL ഡ്രോപ്പുകളാണ്. അല്ലെ IXL അല്ലെങ്കിൽ IXC. അപ്പൊ നമ്മൾ FACS എന്തൊക്കെ പഠിച്ചു? റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഒക്കെ പഠിച്ചു അല്ലെ? അപ്പോ നമുക്ക് ഈ സെൻഡിങ് എൻഡ് വോൾട്ടേജ് നമ്മൾ ഇവിടെ നിന്നും സെൻഡ് ചെയ്ത ഈ വോൾട്ടേജിൽ നിന്നും റിസീവ് ചെയ്ത വോൾട്ടേജ് എങ്ങനെയാണ് കുറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും KSEB ഒക്കെ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ഇതിനെ പ്രസരണ നഷ്ടം എന്നാണ് പറയുന്നത്. ട്രാൻസ്മിഷൻ ലോസിന്റെ മലയാളം എന്ന് വെച്ചാൽ എന്താണ്? പ്രസരണ നഷ്ടം. പ്രസരണ നഷ്ടം എന്ന് വെച്ചാൽ വൈദ്യുതിയെ നമ്മൾ ഒരു ഹൈ വോൾട്ടേജിൽ കയറ്റി വിട്ടു. ആ ഹൈ വോൾട്ടേജിൽ വൈദ്യുതി നമ്മൾ കടത്തി വിടുമ്പോൾ സെൻഡ് ചെയ്തെടുത്തുള്ളതിനെക്കാട്ടിലും കുറവ് വോൾട്ടേജ് ആണ് റിസീവ് ചെയ്തെടുത്ത് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് 220 kV ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ 212 കിട്ടി. പക്ഷെ നിങ്ങൾ 110 kV നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100 kV കിട്ടത്തുള്ളൂ. 100 kV നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതായത് വോൾട്ടേജ് നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന വോൾട്ടേജ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കൂടുന്തോറും ട്രാൻസ്മിഷൻ ലോസ് എന്ത് സംഭവിക്കും? കൂടുകയോ കുറയോ? ആരെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ വോൾട്ടേജ് വലിയ വോൾട്ടേജിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്തോറും എന്ത് കുറയും? ട്രാൻസ്മിഷൻ ലോസ് കുറയുകയോ കൂടുവോ? ആരെങ്കിലും ഒന്ന് പറയാമോ? കുറയല്ലേ സാർ? കുറയും. അപ്പൊ അത് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് എന്താണ്? IR ഡ്രോപ്പ്, IXL ഡ്രോപ്പ്, IXC ഡ്രോപ്പ്. അതായത് ട്രാൻസ്മിഷൻ ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അപ്പൊ നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ, വോൾട്ടേജ് കൂട്ടി കഴിയുമ്പോൾ എന്ത് കുറയും? കറണ്ട് കുറയും. കാരണം എന്തുകൊണ്ടാ? പവർ എന്ന് പറയുന്നത് പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പൊ പവർ സെയിം ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും, വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. അതേപോലെ തന്നെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ
കറണ്ട് കൂടും. വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ ലോസസ് കുറയ്ക്കാനാണ്. വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ കറണ്ട് കുറയും, കറണ്ട് കുറയുമ്പോൾ IR ഡ്രോപ്പ് കുറയും, IXL ഡ്രോപ്പ് കുറയും, IXC ഡ്രോപ്പ് കുറയും. അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ ലൈനുകളെ നമ്മൾ പഠിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോ ഇവിടെ 100 സ്റ്റാർട്ട് ചെയ്ത ഒരു 220 kV ലൈൻ 100 പാലക്കാട് എത്തുന്നത് ഏത് സ്ഥലം വഴിയാ? ആർക്കെങ്കിലും അറിയാമോ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞ 100 പാലക്കാട് എത്തുന്നത് ടവർ പോകുന്നത് ഏത് വഴിക്ക് അറിയോ? കണ്ണാടിയൊക്കെ വഴിയാന്ന് തോന്നുന്നു. കണ്ണാടി. നിങ്ങൾ ഇനി പോകുമ്പോൾ വലിയ ടവറുകൾ നോക്കണം കേട്ടോ. 220 kV ടവർ പോകുന്നുണ്ട് കഞ്ചിക്കോടെ. ഇത് കഞ്ചിക്കോട്. ഓക്കെ. അപ്പൊ നമ്മള് എ എന്ന് പറയുന്ന 100 നമ്മൾ ടവറിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കണ്ണാടി പാലക്കാട് വഴി ടവർ കഞ്ചിക്കോട് എത്തുകയാണ്. അപ്പോൾ നമുക്ക് ഈ സെൻഡിങ് എൻഡ് വോൾട്ടേജിൽ നിന്നും ഒരു കുറവുള്ള ഒരു വോൾട്ടേജ് ആണ് നമുക്ക് റിസീവിംഗ് എൻഡിൽ എത്തുന്നത്. നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലൈനിനെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ FACS പഠിച്ചിട്ടുള്ള റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ കണ്ടോ, ഇപ്പൊ 100 കണ്ണാടി വരെയുള്ള റെസിസ്റ്റൻസ് R1, ഇൻഡക്റ്റൻസ് L1, കപ്പാസിറ്റൻസ് C1. കപ്പാസിറ്റൻസ് എപ്പോഴും പാരലൽ പാരാമീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ അതിന്റെ ഇൻസുലേറ്റിംഗ് പവർ നമ്മുടെ ടവറിന്റെയും, ആ ടവർ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹൈ വോൾട്ടേജിനെ ഇത്രയും ഉയരത്തിൽ കൂടെ എയറിൽ കൂടെ കൊണ്ടുപോകല്ലേ. അപ്പൊ ആ കപ്പാസിറ്റൻസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ കണ്ടക്ടറിന്റെ ഇൻസുലേഷനും നമ്മുടെ ഇൻസുലേറ്ററിന്റെ ആ കപ്പാസിറ്റിയും പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലാണ് നമ്മൾ ഈ കണ്ടക്ടർ പോകുന്നതെന്നുള്ളതും ഒക്കെ ഈ കപ്പാസിറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു കണ്ടക്ടർ ഇത്രയും ഹൈറ്റിൽ കൂടെ പോവുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കണ്ടക്ടർ ഇത്രയും ഹൈറ്റിൽ കൂടെ പോവുകയാണ്, ഇതാണ് ഗ്രൗണ്ട്. അപ്പൊ ഈ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടക്ടറിന് ലൈൻ ടു ഗ്രൗണ്ട് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കണ്ടക്ടറിന് ദിസ് കണ്ടക്ടർ ടു ടവർ, കണ്ടക്ടറിന് ടവറുമായിട്ട് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും, ആ കണ്ടക്ടറിന് എർത്തുമായിട്ട് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും, ഈ കണ്ടക്ടറിന് നമ്മുടെ മറ്റ് കണ്ടക്ടറുകളുമായിട്ടും ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടു കണ്ടക്ടിങ് മീഡിയം separated by a certain distance, certain insulator will form a capacitance. നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള എന്തുവാ, രണ്ട് പ്ലേറ്റുകൾ ഒരു ഇൻസുലേറ്റർ വെച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു കപ്പാസിറ്റൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുഞ്ഞു കപ്പാസിറ്റർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പഠിച്ചത്. പക്ഷെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഈ ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. എവിടൊക്കെ ഒരു ഹൈ വോൾട്ടേജിനെ ഒരു ചെറിയ വോൾട്ടേജിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം കപ്പാസിറ്റൻസ് ഉണ്ടാവും. ഹൈ വോൾട്ടേജിന്റെ ഭാഷയിൽ അതിനെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. ഹൈ വോൾട്ടേജിന്റെ ഭാഷയിൽ നമ്മൾ അതിനെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കപ്പാസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള ഒരു ടേം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതോടെ നിൽക്കട്ടെ. അപ്പൊ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ലൈനിന് ടവറുമായിട്ടുണ്ടാവും, ലൈനിന് എർത്തുമായിട്ടുണ്ടാവും, ലൈനിന് ലൈനുമായിട്ടുണ്ടാവും, അങ്ങനെ എല്ലാം കപ്പാസിറ്റൻസ് ഉണ്ടാവും. അപ്പൊ ബേസിക്കലി നമ്മൾ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് അങ്ങനത്തെ ടേമുകൾ കൊണ്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ ലൈനുകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ് ട്രാൻസ്മിഷൻ ടവറിനുണ്ടാവും. അപ്പം
നമ്മൾ ബേസിക്കലി പറയുവാണെങ്കിൽ ടു കണ്ടക്ടർ സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, C is equal to Q by VR. അതായത് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ബൈ വോൾട്ടേജ് അവിടെ നിൽക്കട്ടെ. പിന്നെ റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 100 തൊട്ട് കണ്ണാടി വരെ ട്രാൻസ്മിഷൻ ലൈൻ പോകുന്നുണ്ടെങ്കിൽ ആ ലൈൻ കണ്ടക്ടറിന്റെ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ ആ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ലൈനിന്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് പെർ ഫേസ് ആയിരിക്കും. 3 ലൈനിന്റെയും കൂടെ ആണെങ്കിൽ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഞാനിവിടെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് പെർ ഫേസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പൊ അത് അപ്പൊ റെസിസ്റ്റൻസ് പെർ ഫേസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3 ഫേസിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ × 3 ചെയ്യണം. ഒരു ഫേസിന്റെ റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുക. ഇനി അതേപോലെ ഇൻഡക്റ്റൻസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ലൈനിന് അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അത് കൂടാതെ തന്നെ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പോകുന്നത് കൊണ്ട് ഈ കണ്ടക്ടറിന് എന്തൊക്കെ ഉണ്ടാവും? ഈ കണ്ടക്ടറിന് ഒരു കണ്ടക്ടർ പോവുകയാണെങ്കിൽ ഒരു കണ്ടക്ടർ, 2 കണ്ടക്ടർ. അപ്പൊ ഒരു കണ്ടക്ടറിന് എന്തുണ്ടാവും? സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ 2 കണ്ടക്ടർ തമ്മിൽ ഉള്ളതിന് മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഉണ്ടാവും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്മിഷൻ ലൈനുകളെ നമ്മൾ പരമപ്രധാനമായിട്ട് നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ, ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ ടവറുകൾ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് എവിടുന്ന് വരുന്നതാണ്, ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നൊക്കെ. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ സെൻഡിങ് എൻഡിൽ നിന്നും റിസീവിങ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് പറയുവാണെങ്കിൽ ആദ്യത്തെ പാരാമീറ്റർ ലെങ്ത് ആണ്, ദൂരം ലെസ് ദാൻ 50 കിലോമീറ്ററിനെയാണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ലെങ്ത് ലെസ് ദാൻ 50 കിലോമീറ്റർ ആണെങ്കിൽ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. 50 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിലുള്ളതാണെങ്കിൽ അത് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അതേപോലെ തന്നെ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ 150 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ് ഉള്ള ലൈനുകളെ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അപ്പൊ ലെങ്ത് പ്രകാരം നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കഴിഞ്ഞു. 50 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഷോർട്ട് ആണ്, 150 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ ലോങ് ട്രാൻസ്മിഷൻ ലൈനുകളാണ്. ലോങ് ട്രാൻസ്മിഷൻ ലൈനുകൾ എന്തായാലും മിക്കവാറും അത് 220 kV അല്ലെങ്കിൽ 400 kV ആയിരിക്കും. കാരണം അത്രയും ദൂരം ഉള്ളത് കൊണ്ട് 220 kV താഴെയുള്ള വോൾട്ടേജിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാക്കും. അപ്പൊ മിക്കവാറും അത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് എല്ലാം 220 kV എബവ് ആയിരിക്കും. പൊതുവിന് ഞാൻ പറയുകയാണ്. എന്നാലും നമ്മുടെ കണക്കുകൾ പ്രകാരം വോൾട്ടേജ് വെച്ചിട്ട് 20 kVക്ക് താഴെയുള്ളതിന് 20 kVക്ക് താഴെയുള്ള വോൾട്ടേജുകൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെ കാറ്റഗറിയിൽ പെടുന്നു. 20 kV മുതൽ 110 kV വരെയുള്ള വോൾട്ടേജുകൾ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അതേപോലെ തന്നെ 110 kV 110 kV 110 kVക്ക് മുകളിലുള്ള വോൾട്ടേജുകൾ എന്താണ്? ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് പാരാമീറ്റർ കപ്പാസിറ്റൻസ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ നമ്മൾ കണക്കാക്കത്തില്ല, നെഗ്ലക്റ്റഡ്. അതായത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് നമ്മൾ അത്രയും കണക്കാക്കാറില്ല. അത് നമ്മൾ ലംഡ് ആയിട്ട് മാറ്റും. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ആണ്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലെ കപ്പാസിറ്റർ നെഗ്ലക്ട് ചെയ്യും.
മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ കപ്പാസിറ്റൻസ് നമ്മൾ ലംപ്ഡ് ആയിട്ട് എടുക്കും. ലോങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ് ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ് ആയിരിക്കും. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ആറും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ലംപ്ഡ് ആയിരിക്കും. ലംപ്ഡ്. അതേപോലെ തന്നെ മീഡിയത്തിലും ആറും എല്ലും ലംപ്ഡ് പാരാമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ആറും എല്ലും ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോ എന്താണ് ഈ ലംപ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ നിങ്ങൾ 100 അടി മുതൽ കണ്ണാടി വരെയുള്ള ലൈൻ എ മുതൽ ബി വരെയുള്ള ലൈനാണ്. അവിടെ നമ്മൾ ഒരൊറ്റ കപ്പാസിറ്റൻസ് ആയിട്ടാണ് ഈ മൊത്തം ഡിസ്റ്റൻസിനെ കാണിച്ചിരിക്കുന്നത്. ഈ 100 അടിയുടെയും കണ്ണാടിയുടെയും ഇടയ്ക്ക് ഒത്തിരി ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിനിടയ്ക്ക് കയറുന്നവരെ നമ്മുടെ മറ്റേ ഗ്രൂപ്പ് മെയിൽ ID വഴി കയറാത്തോണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ പെർമിഷൻ ചോദിക്കേണ്ടി വരുന്നത്. എല്ലാവരും ഗ്രൂപ്പ് മെയിൽ ID വഴി കയറുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ 100 അടിയിൽ കണ്ണാടി വരെയുള്ള ലൈൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തെയും കപ്പാസിറ്റൻസ് നമ്മൾ C1, C2, C3 എന്നൊന്നും എഴുതിയില്ല. 100 അടി മുതൽ കണ്ണാടി വരെയുള്ള ഡിസ്റ്റൻസിന്റെ കപ്പാസിറ്റൻസ് നമ്മൾ C1 എന്ന് എഴുതി. അതായത് ഈ A എന്ന് പറയുന്ന സ്ഥലം മുതൽ B എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള മൊത്തം കപ്പാസിറ്റൻസിനെ ഒരൊറ്റ കപ്പാസിറ്റൻസ് ആക്കി എഴുതി. അതിനെയാണ് ലംപ്ഡ് എന്ന് പറയുന്നത്. ലംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? the total capacitance of a particular distance is taken as a single value. അങ്ങനെ സിംഗിൾ വാല്യൂ ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ലംപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ 100 അടി മുതൽ കഞ്ചിക്കോട് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥലം വരെയുള്ള കപ്പാസിറ്റൻസ് C1 എന്ന് എടുത്തു. പിന്നെയുള്ള ഡിസ്റ്റൻസിൻ്റെത് C2 എന്ന് എടുത്തു. പിന്നെയുള്ള ഡിസ്റ്റൻസിൻ്റെത് C3 എന്ന് എടുത്തു. അങ്ങനെ പല പല വാല്യൂസ്, അതായത് ഓരോ സ്ഥലത്തെയും വാല്യൂസ് പ്രത്യേകം എടുക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന്. മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ലംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെയുള്ള കപ്പാസിറ്റൻസിനെ ഒരൊറ്റ വാല്യൂ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലംപ്ഡ് എന്ന് പറയുന്നത്. അതിന് ഓരോ സ്ഥലത്തെയും വാല്യൂസ് ആക്യുറേറ്റ് ആയിട്ട് പ്രത്യേകം എടുക്കുവാണെങ്കിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പൊ മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ മൊത്തം കപ്പാസിറ്റൻസിനെ ലംപ്ഡ് ആയിട്ട് എടുത്താൽ മതി. അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യാം. കപ്പാസിറ്റൻസ് നെഗ്ലക്ട് ചെയ്യാം. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഷോർട്ടിലും മീഡിയത്തിലും ലംപ്ഡ് ആയിട്ട് എടുക്കണം. ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിൽ കപ്പാസിറ്റൻസ് ആണെങ്കിലും ആറും എല്ലും സിയും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എടുക്കണം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തെയും വാല്യൂസ് പ്രത്യേകം എടുത്ത് വേണം കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഒത്തിരി എറർ സംഭവിക്കും. പക്ഷെ ഷോർട്ടും മീഡിയം ആണെങ്കിൽ നിങ്ങൾക്ക് ലംപ്ഡ് ആയിട്ട് എടുക്കാം. ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് കപ്പാസിറ്റൻസ് നെഗ്ലക്ട് ചെയ്താലും കുഴപ്പമില്ല ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പം ലംപ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ മൊത്തം കപ്പാസിറ്റൻസോ റെസിസ്റ്റൻസോ ഒരൊറ്റ വാല്യൂ ആയിട്ട് എടുക്കുന്നതിനെയാണ് ലംപ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ കടന്നാണ് ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈൻ പോകുന്നതെങ്കിൽ അതിന്റെ ഓരോരോ മേഖലയിലെയും റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും പ്രത്യേകം വാല്യൂ ആയിട്ട് എടുത്തിട്ട് ഓരോരോ മേഖലകളായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ആദ്യത്തെ മേഖല ഇതാണെങ്കിൽ അതിനെ പ്രത്യേകം അനലൈസ് ചെയ്യണം. രണ്ടാമത്തെ മേഖല ഇതാണെങ്കിൽ അതിനെ പ്രത്യേകം അനലൈസ് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ അതൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനി നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ പ്രോപ്പർട്ടീസിനെ പറഞ്ഞു. ട്രാൻസ്മിഷൻ ലൈനിന്റെ
ഇവിടെ നമ്മൾ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. ആ സേഫ്റ്റി ഫാക്ടറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് പങ്ക്ചർ സ്ട്രെങ്ത് ബൈ ഫ്ലാഷ് ഓവർ. പങ്ക്ചർ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഫ്ലാഷ് ഓവർ. ഇൻസുലേറ്ററിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്ററിന്റെ കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ എല്ലാവരും കണ്ടുപോകണം. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസുലേറ്ററിനെ പറ്റിയിട്ട് ഒരു ബോധ്യം വരും. നോട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, നോട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ നമ്മൾ ഈ സേഫ്റ്റി ഫാക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പങ്ക്ചർ സ്ട്രെങ്ത് ബൈ ഫ്ലാഷ് ഓവർ ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ അത് പറയാം. ഓക്കെ, ഇനി ഒരു പുതിയൊരു പാരാമീറ്റർ നമ്മൾ പഠിക്കാം. അതായത് ട്രാൻസ്മിഷൻ ലൈനുകളിൽ ഒരു ട്രാൻസ്മിഷൻ ടവർ ഉണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ ഇപ്പം ക്ലാസ്സിൽ കയറുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴാണോ കയറുന്നത്, അതോ ഇടയ്ക്ക് എക്സിറ്റ് ആയി പോയതാണോ? ഈ സിബിൻ ഏത് മെയിൽ ഐ ഡി എന്നാ കയറുന്നത്? നമ്മുടെ ഗ്രൂപ്പ് മെയിൽ ഐ ഡി എന്നല്ലേ കയറുന്നത് സിബിനെ? അതേപോലെ ആദിത്യ കൃഷ്ണ ആണോ? ആദിത്യ കൃഷ്ണ ഗ്രൂപ്പ് മെയിൽ ഐ ഡിയിൽ ആഡ് ചെയ്തിട്ടില്ലേ? എപ്പോഴും എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നുണ്ടല്ലോ. ഗ്രൂപ്പ് മെയിൽ ഐ ഡിയിലുള്ള മെയിലാണോ കയറുന്നതെന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, ഇനി അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാല് നമ്മളൊരു ടവർ നമ്മള് ടവറിൽ ഇത് ഫസ്റ്റ് കണ്ടക്ടർ, ഇത് സെക്കൻഡ് കണ്ടക്ടർ. അരുൺ എപ്പോഴാണോ ക്ലാസ്സിൽ കയറുന്നത്? ഹലോ അരുൺ ഉണ്ടോ ക്ലാസ്സിൽ? ഹലോ ഓക്കെ, അപ്പൊ ഈ ടവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് കണ്ടക്ടർ ആണ് ഈ വരച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടക്ടർ ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേര് കൊറോണ എന്നാണ്. പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഓക്കെ, കൊറോണ എന്ന് പറയുന്നത്. അപ്പോ ഈ ടേം നമ്മുടെ ലിങ്ക് വഴി നിങ്ങൾ കേറാത്തോണ്ടാണ് കേറാൻ പറ്റുന്നത്. സാർ ഇത് അതൊന്നുമല്ല, 9:45 വരെ ക്ലാസ് എന്നുള്ളത് 45 ശേഷമായി എന്ന് പറഞ്ഞപ്പോൾ അതെ, നമ്മുടെ 1 മണിക്കൂർ ടൈം കഴിഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ടൈം കഴിഞ്ഞാല് നിങ്ങൾക്ക് പെർമിഷൻ വേണം അല്ലേ? അതെ സാർ, അങ്ങനെ അറിയാണ്ട് കട്ടായാലും പിന്നെ അങ്ങനെ. ഓക്കെ. അപ്പൊ ഇന്ന് ഒരു പുതിയൊരു ടേമും കൂടെ പഠിക്കുകയാണ്, കൊറോണ എന്ന് പറയുന്നത്. എന്താണ് ഈ കൊറോണ എന്ന് പറയുന്നത് വെച്ചാല്, ഇപ്പൊ
ഈ ട്രാൻസ്മിഷൻ ടവറുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈർപ്പമുള്ള ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റുകളിൽ നമ്മുടെ ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു ഫെയിന്റ് വയലറ്റ് ഗ്ലോ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കൊറോണ എന്ന് പറയുന്നത്. അതായത് ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ ഒരു ഗ്ലോ, അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ടക്ടറിന്റെ മുകളിലോ പോസ്റ്റിലോ ഒക്കെ നമ്മൾ സ്പാർക്ക് പോലെ കാണാറില്ലേ, നമ്മൾ ചെറിയ ഒരു ഇലക്ട്രിക്കൽ ഗ്ലോ പോലെ, അതായത് ചെറിയ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ചെറിയൊരു ഇലക്ട്രിക്കൽ സ്പാർക്കോ പോലെ കാണാറുള്ള അതേ പ്രോപ്പർട്ടി തന്നെയാണ് കൊറോണ എന്ന് പറയുന്നത്. ഈ കൊറോണ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എപ്പോഴും കണ്ടക്ടറിൽ നിന്നും കണ്ടക്ടറിലോട്ടോ അല്ലെങ്കിൽ കണ്ടക്ടറിൽ നിന്നും ടവറിലോട്ടോ സംഭവിക്കും. അതായത് കണ്ടക്ടറിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, കണ്ടക്ടറിന് നമുക്ക് ആ ടവറിൽ നമ്മൾ ഏത് വോൾട്ടേജ്, ഇപ്പൊ നമ്മൾ 110 kV ഓക്കെ, അപ്പൊ 110 kV നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ടവർ ആണെങ്കിൽ ആ 110 kV നമ്മുടെ കണ്ടക്ടറിനുണ്ടാവും. അപ്പോൾ ആ 110 kV കാരണം മറ്റ് കണ്ടക്ടറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സീറോ പൊട്ടൻഷ്യലുള്ള ടവറിന്റെ ഏതെങ്കിലും ഷാർപ്പ് എഡ്ജുമായിട്ടോ ഒക്കെ കൊറോണ സംഭവിക്കും. അപ്പൊ കൊറോണ സംഭവിക്കുന്ന സമയത്ത് ആ കൊറോണ എങ്ങനെയാണ് ഐഡന്റിഫൈ എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് production of a faint violet glow. ആണ് നമ്മൾ കൊറോണ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ടറിന് ചുറ്റിനും ഒരു ഫെയിന്റ് വയലറ്റ് ഗ്ലോ ഉണ്ടാവും, ആദ്യത്തെ പോയിന്റ്. രണ്ടെന്ന് പറയുന്നത് ഹിസിങ് സൗണ്ട് ഉണ്ടാവും. അതായത് നിങ്ങൾ ആ സ്പാർക്ക് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും, അതായത് ഒരു ഭയങ്കര സ്പാർക്കിന്റെ ഒരു സൗണ്ട് അവിടെ കേൾക്കാൻ പറ്റും, ഹിസിങ് സൗണ്ട്. അതേപോലെ തന്നെ ഹിസിങ് സൗണ്ടിനോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ് അവിടെ ഉണ്ടാവും. എന്തുണ്ടാവും? ഓസോൺ ഗ്യാസ് ഉണ്ടാവും. അതേപോലെ തന്നെ കൊറോണ കാരണം എന്തൊക്കെ സംഭവിക്കും? പവർ ലോസ് ഉണ്ടാവും. അതേപോലെ തന്നെ റേഡിയോ ഇന്റർഫറൻസ് ഉണ്ടാവും. റേഡിയോ ഇന്റർഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാൽ the phenomenon of production of a faint violet glow and hissing sound and production of ozone gas around the surface of the conductor is called corona. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടർ, ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടറിന് ചുറ്റുമായിട്ടും ഒരു വയലറ്റ് ഗ്ലോയും ഒരു ഹിസിങ് സൗണ്ടും ഒരു ഓസോൺ ഗ്യാസിന്റെ പ്രൊഡക്ഷനും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫിനോമിനയാണ് കൊറോണ എന്ന് പറയുന്നത്. ഇപ്പൊ കൊറോണ കൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ വേറൊരു കൊറോണ കൊണ്ട് പൊന്തിമുട്ടിയിരിക്കുകയാണ്, അതവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള കൊറോണ എന്ന് പറയുന്ന ടേമാണ്. കൊറോണ കാരണം പവർ ലോസ് ഉണ്ടാവും. അതേപോലെ തന്നെ റേഡിയോ ഇന്റർഫറൻസ് ഉണ്ടാവും. റേഡിയോ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ ലൈനിന്റെ അടുത്തെങ്ങാനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലൈനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടവറോ, നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ, നമ്മുടെ ടെലിഫോൺ സിസ്റ്റത്തിനെ, നമ്മുടെ മൊബൈൽ ടവറുകളെയും ആ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ഒക്കെ കൊറോണ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കൊറോണ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ കൊറോണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ്, നമ്മുടെ കണ്ടക്ടറിലുള്ള അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ്സ്. ഏതിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ്? ഒരു വോൾട്ടേജിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ്. ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ
disruptive voltage. Critical disruptive voltage. ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ്, നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജിന് എക്സീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദ കണ്ടക്ടർ വിൽ ബി സറൗണ്ടഡ് ബൈ എ ഫെയിന്റ് വയലറ്റ് ഗ്ലോ ആൻഡ് എ ഹിസ്സിംഗ് സൗണ്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ് അക്രോസ് ദി കണ്ടക്ടർ. അതായത് നമ്മൾ ചില കുഞ്ഞ് നമ്മുടെ പോസ്റ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് കണ്ടക്ടറിന്റെ ഈ KCBക്കാർ പ്രോപ്പറായിട്ട് കണ്ടക്ടർ കൊണ്ട് പോസ്റ്റിൽ കണക്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും ചെറിയ ഗ്യാപ്പൊക്കെ പോസ്റ്റിലോട്ടുള്ള കണക്ഷനിൽ ചെറിയ എയർ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ 11 kV ലൈനിൽ ഈ പോസ്റ്റിൽ കണക്ട് ചെയ്ത ഭാഗത്ത് ചെറിയ സ്പാർക്കൊക്കെ കാണും. അതും ഒരു രീതിയിലുള്ള ഒരു കൊറോണയാണ്. പക്ഷെ പ്രധാനമായിട്ടുള്ള കൊറോണ എന്ന് പറയുന്നത് വലിയ വലിയ സബ്സ്റ്റേഷനുകളിലും വലിയ ട്രാൻസ്മിഷൻ ടവറുകളിലുമാണ് കാണുന്നത്. അപ്പൊ ഈ കൊറോണ ഉണ്ടാവുന്ന സമയത്ത് പൊതുവെ ഹ്യൂമിഡ് ആയിട്ട് മഴയുള്ള ഈർപ്പമുള്ള ക്ലൈമറ്റുകളിൽ, ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റുകളിലൊക്കെ എന്ത് കൂടുതലായിരിക്കും? കൊറോണ വളരെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ അടുത്ത അപ്പൊ കൊറോണയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി കൊറോണയുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ വളരെ ഇമ്പോർട്ടൻ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോണ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ. അപ്പൊ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം. അപ്പം അന്തരീക്ഷത്തിൽ കൊറോണ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അയോണൈസേഷൻ ഓഫ് എയർ ആണ്. അയോണൈസേഷൻ ഓഫ് എയർ, അതായത് നമ്മുടെ എയർ അയോണൈസ് ചെയ്തിട്ട് ആണ് ഈ എയറിൽ കൂടെ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി
ഹലോ, നമ്മുടെ സൗണ്ടും സ്ക്രീനും ക്ലിയർ അല്ലേ? ഹലോ. സാർ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ഇടയ്ക്ക് നെറ്റ് പൂർണ്ണമായിട്ടും കട്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. രണ്ടാമതെന്ന് പറയുന്നത് സ്പേസിങ് ബിറ്റ്വീൻ കണ്ടക്ടർ. സ്പേസിങ് ബിറ്റ്വീൻ കണ്ടക്ടർ, അതായത് നമ്മുടെ രണ്ട് കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടക്ടർ ഫസ്റ്റ് കണ്ടക്ടർ, സെക്കൻഡ് കണ്ടക്ടർ, കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് increases when distance decreases. അതായത് രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ 110 kV 110 kV ലൈൻ ആണെങ്കിൽ നമ്മൾ 110 kV ലൈൻ ആണെങ്കിൽ അതിന്റെ കണ്ടക്ടറിന് ടവറുമായിട്ടും അതേപോലെ തന്നെ അതിന്റെ മറ്റ് ഫേസിലെ കണ്ടക്ടറുമായിട്ടും നമ്മളൊരു ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടക്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞാലും അതേപോലെ തന്നെ കണ്ടക്ടറിന് എർത്തുമായിട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞാലും ആ കണ്ടക്ടർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയും കൊറോണ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ കൊറോണ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ലൈൻ കണ്ടക്ടർ നമ്മുടെ ടവറുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നിയർ ആയിട്ട് വരുവോ അല്ലെങ്കിൽ ഏതെങ്കിലും എർത്ത് പോയിന്റുമായിട്ട് നിയർ ആയിട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ കൊറോണ ഉണ്ടാവും. അപ്പം അതായത് കൊറോണ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. കണ്ടക്ടർ തമ്മിലുള്ള സ്പേസിംഗ് കുറയുവാണെങ്കിൽ കൊറോണ ഇൻക്രീസ് ചെയ്യും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ടക്ടർ സൈസ് ബാർ ഷേപ്പ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ കണ്ടക്ടറിന്റെ സർഫസ് റഫ് ആൻഡ് ഇറഗുലർ ആണെങ്കിൽ, കണ്ടക്ടറിന്റെ സർഫസ് റഫ് ബാർ ഇറഗുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കൊറോണ ഹൈ ആയിരിക്കും. റഫ് ബാർ ഇറഗുലർ ആണെങ്കിൽ കൊറോണ ഹൈ ആയിരിക്കും. അപ്പൊ കണ്ടക്ടറിന്റെ സൈസും അതേപോലെ തന്നെ സ്മൂത്ത്നെസ്സും കൊറോണയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടക്ടറിന്റെ സർഫസ് റഫ് ആയിരിക്കുകയോ കണ്ടക്ടറിന്റെ സർഫസിൽ മോശമായിട്ടുള്ള നല്ല സ്മൂത്ത് അല്ലാതെ പക്ക റൗണ്ട് അല്ലാതെ, കണ്ടക്ടറിന്റെ സർഫസ് ശരിക്കും പറഞ്ഞാൽ പക്ക റൗണ്ട് അല്ലാതെ ചെറിയൊരു ഇറഗുലാരിറ്റി ഒക്കെ കണ്ടക്ടറിന്റെ സർഫസിൽ ഉണ്ടെങ്കിൽ, പക്ക സ്മൂത്ത് സർഫസ് ഉള്ളതിനെക്കാട്ടിലും കൊറോണ ഈ ഇറഗുലർ ആയിട്ട് ഉള്ള ഏതെങ്കിലും ഷാർപ്പായിട്ട് ഏതെങ്കിലും കണ്ടക്ടർ സർഫസിൽ പോയിന്റുകൾ ഇരിക്കുകയോ കണ്ടക്ടർ സർഫസിൽ അത്ര റഫായിട്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൊറോണ ഹൈ ആയിരിക്കും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊറോണ. അപ്പൊ നമ്മൾ 3 പോയിന്റ് പറഞ്ഞു: അറ്റ്മോസ്ഫിയർ, സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടർ സൈസ്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ്. നമ്മൾ ഡിസൈൻ ചെയ്ത ലൈൻ വോൾട്ടേജിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഒരു ഹൈ വോൾട്ടേജ് നമ്മുടെ കണ്ടക്ടറിൽ വരുവാണെങ്കിൽ, ലൈൻ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കൊറോണ ഇൻക്രീസ് ചെയ്യും. അതായത് ലൈൻ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊറോണ. അപ്പോൾ ലൈൻ വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് സ്ട്രെസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കൊറോണ കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ ഏകദേശം ഡിസ്കസ് ചെയ്തത്
വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ഈ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് കടക്കുമ്പോഴാണ് കൊറോണ ഉണ്ടാവുന്നത്. M0 G0 ഡെൽറ്റ R log E d/R. ഇതാണ് ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജിന്റെ ഇത് ലോഗ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ലോഗാണ്. അതാണ് ലോഗ് ടു ദ ബേസ് ഇ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് അതിന്റെ ഇക്വേഷൻ. കിലോ വോൾട്ട് പെർ ഫേസ് ആണ് യൂണിറ്റ്. പിന്നെ നോട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ. അപ്പൊ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് കടന്നു കഴിഞ്ഞാലാണ് കൊറോണ ഉണ്ടാകുന്നത്. ഇനി കൊറോണ ഉണ്ടായി കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് കൊറോണ നമ്മുടെ കണ്ണുകൾക്ക് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിനെ പറയുന്ന പേരെന്ന് പറയുന്നത് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജിനെ പറയുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്. വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജിനെ വി സ്മോൾ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് നമുക്ക് നേരത്തെ കിട്ടിയല്ലോ. ഇതാണ് വി സി. ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജിനെ 1 + 0.3 divided by root delta R കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ വിഷ്വൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ് ആയിട്ട് കിട്ടും. ഇതില് ഡെൽറ്റ എന്ന് പറയുന്നത് എയർ ഡെൻസിറ്റി ഫാക്ടറാണ്. എയർ ഡെൻസിറ്റി ഫാക്ടർ ആണ്. G0 എന്ന് പറയുന്നത് 30, അത് കോൺസ്റ്റന്റ് ആണ്, 30 kV/cm. അതെന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VDV ഓഫ് എയർ ആണ്. ഓക്കെ. M0 എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ആ സർഫസ് സ്മൂത്ത്നെസ് കാണിക്കുന്ന ടേമാണ്. സർഫസ് അപ്പൊ നല്ല പക്ക സ്മൂത്ത് ആണെങ്കിൽ അതിന്റെ അർത്ഥം, അതായത് പക്ക സ്മൂത്ത് ആണെങ്കിൽ, പോളിഷ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ M0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. പോളിഷ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ M0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കൊറോണ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ചാപ്റ്ററിലെ തന്നെ സ്കിൻ എഫക്റ്റും അതേപോലെ തന്നെ വേറെ ട്രാൻസ്മിഷൻ ലൈൻസിലെ ടൈപ്പ് ഓഫ് ഇൻസുലേറ്ററും ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും